അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ബാങ്കിപ്പൂർ. അവിടെയാണ് BJP ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ഏതാണ്ട് 15-20 സീറ്റിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ജനസ്വരാജ് പാർട്ടിക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ രാജ്യം ഒന്ന് മാറി ചിന്തിക്കുന്നതിൻ്റെ, BJP-യുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും ഒന്ന് മാറി ചിന്തിക്കുന്നതിന്റെ സൂചനയല്ലേ? ചെറുപ്പക്കാർ, യുവജനങ്ങൾ, പോലീസിന്റെ ലാത്തി ചാർജ്, ബീഹാറിൽ തന്നെ ഭയങ്കര ലാത്തി ചാർജ് ഉണ്ട്, വെടിവെപ്പൊക്കെ നടക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ നടന്നത്. അത് ജനങ്ങള് ഈ ഗവൺമെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തിനെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞതിന് പിന്നാലെ പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ സ്വന്തം തട്ടകമായ ബാങ്കിപ്പൂരിലും BJP-ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അടുത്ത വർഷം ആദ്യം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിലെ ബാങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് BJP-ക്ക് അപ്രതീക്ഷിതമായ ആഘാതമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബാങ്കിപ്പൂരിലെ പ്രശാന്ത് കിഷോറിൻ്റെ വിജയത്തിന് എന്താണ് ദേശീയ തലത്തിൽ പ്രസക്തി? ഈ വിജയം എന്താണ് രാജ്യത്തോട് പറയുന്നത്? ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബീഹാർ അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തന പരിചയമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ AJ ഫിലിപ്പ്, വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നിവരാണ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ നിലവിൽ ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നത് ഫിലിപ്പ് സാറിൻ്റെ ഭാഗത്തും തുടങ്ങാമെന്ന് തോന്നുന്നു. ബാങ്കിപ്പൂർ വിജയം, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ബാങ്കിപ്പൂർ വിജയം എത്രത്തോളം വലിയൊരു അട്ടിമറിയാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത് സാർ? ബാങ്കിപ്പൂർ എന്ന് പറയുന്നത് പട്നയുടെ ഒരു പ്രാന്തപ്രദേശമാണ്. ആക്ച്വലി അത് സിറ്റിയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നേരത്തെ ബാങ്കിപ്പൂർ പട്ന വെസ്റ്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. ഈ മണ്ഡലത്തിന്റെ ഒരു 1995 മുതൽ ഇത് BJP കൈവശം വെച്ചിരിക്കുന്ന സീറ്റാണ് എന്ന് തന്നെയല്ല. ഈ കഴിഞ്ഞ MLA ആയിരുന്ന ഇപ്പോഴത്തെ BJP-യുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ മണ്ഡലമാണ് ഈ മണ്ഡലം. അച്ഛനിൽ നിന്നാണ് മകനിലേക്ക് ഈ മണ്ഡലം എത്തിയത്. അപ്പോൾ കഴിഞ്ഞ 30 വർഷമായി കയ്യിലിരിക്കുന്ന ഈ മണ്ഡലം പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ രാജിവെക്കാനായിട്ട് അനുവദിക്കുകയും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ BJP-യുടെ നാഷണൽ പ്രസിഡന്റായിട്ട് അവരോധിക്കുകയും ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ബാങ്കിപ്പൂർ. അവിടെയാണ് BJP ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു പരാജയമല്ല, 19,000 ചില്ലുവാനം വോട്ടിനാണ് BJP അവിടെ അടിയറവ് പറഞ്ഞത് എന്ന് തന്നെയല്ല. RJD-ക്ക് 14,000 ചില്ലുവാനം വോട്ടുകൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ തോറ്റത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പ്രശാന്ത് കിഷോറിന്റെ വ്യക്തിപരമായ ഒരു വിജയമാണെന്ന് ഞാൻ ഇതിനെ കാണുന്നില്ല. അതിലുപരി ഇത് കഴിഞ്ഞിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭണത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ന് മാത്രമാണ് ഞാൻ ഇതിനെ വിശകലനം ചെയ്യുന്നത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ, അങ്ങ് ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ. ഇപ്പോൾ നമ്മൾ ഈ പട്ന നഗരത്തിന്റെ ഒരു ഹൃദയഭാഗമാണെന്ന് പറയേണ്ടി വരും ഈ ബാങ്കിപ്പൂരിനെ. മാത്രമല്ല ഈ കായസ്ഥ വിഭാഗമടക്കം വലിയ ഉന്നത കുല അല്ലെങ്കിൽ ഉന്നത ജാതികൾക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഒരുപക്ഷെ നമ്മൾ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ മധ്യവർഗത്തിന് വലിയ അസംതൃപ്തി ഉണ്ടായ കുറച്ച് കാലഘട്ടങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ BJP-യുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിലൊന്നായ മധ്യവർഗം വലിയ രീതിയിൽ കൈവിടുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നൊരുക്കം തന്നെയായിട്ട് നമ്മൾ അതങ്ങനെ തന്നെ കാണേണ്ടി വരുമോ ഈ ബാങ്കിപ്പൂർ വിധിനെ? അല്ലേ, ഒരു തെരഞ്ഞെടുപ്പിന്റെ, പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പിന്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലത്തിൽ മാത്രം, അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫിലിപ്പ് പറഞ്ഞതുപോലെ, ഫിലിപ്പ് വളരെ കൃത്യമായിട്ട് കാണിച്ചതുപോലെ 1995 മുതൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി BJP-യുടെ ഒരു കൊത്തളമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ, അതും പാർട്ടിയുടെ ഏറ്റവും പുതിയ ദേശീയ അധ്യക്ഷനെ സമ്മാനിച്ച ഒരു മണ്ഡലത്തിൽ ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുന്നത്, അതും പ്രത്യേകിച്ചും
ഇവിടുത്തെ ജാതി സമീകരണം, ഇവിടുത്തെ വർഗ സമീകരണം എല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ്. അതായത് കായസ്ഥർ എന്ന് പറയുന്ന സമൂഹം ബീഹാറിൽ പരമ്പരാഗതമായി ബി ജെ പിയുടെ കൂടെ കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ മറ്റു ഉന്നത കുലജാതിക്കാരായ ബ്രാഹ്മണർ, അവരൊക്കെ വലിയ തോതിലുള്ള ഒരു മണ്ഡലമാണിത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ തിരിച്ചടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഈ ഈ ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അനുരണനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനൊപ്പം തന്നെ കാണേണ്ടതാണ് പ്രശാന്ത് കിഷോർ രൂപീകരിച്ച ജൻ സ്വരാജ് പാർട്ടി. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ഏതാണ്ട് 15-20 സീറ്റിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ജൻ സ്വരാജ് പാർട്ടിക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു കാര്യം. പക്ഷേ ആ തുടക്കം മുതൽ തന്നെ പ്രശാന്ത് കിഷോർ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം ബീഹാറിൽ പരമ്പരാഗതമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ജാതി രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും മണ്ഡൽ മന്ദിർ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജാതി സമീകരണത്തിന് രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ട് ബീഹാറിന്റെ വികസനം, ബീഹാറിലെ തൊഴിലില്ലാത്ത യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികൾ, ഇങ്ങനെയുള്ള വിശാലമായ അർത്ഥത്തിൽ വർഗപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രശാന്ത് കിഷോർ ജനസ്വരാജ് പാർട്ടി കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഏറ്റവും തൃണമൂലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് പ്രത്യേകിച്ചും ബാങ്കിംപൂരിൽ കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാങ്കിംപൂരിൽ ഈ പ്രശാന്ത് കിഷോർ മത്സരിക്കുമെന്ന് തീരുമാനിച്ചതിനു ശേഷം അവിടെ കണ്ടത് വെറും തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമായിരുന്നില്ല, ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആശയ പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിക്കണ്ടായി. അപ്പൊ അതും ഈ ഡൽഹിയിലെ ജന്തർ മന്ദർ നടന്ന സമരത്തിന്റെ മുദ്രാവാക്യങ്ങളുമായിട്ടുള്ള ഒരു താദാമ്യം, ഇതെല്ലാം അവിടുത്തെ വോട്ടർമാർ, പ്രത്യേകിച്ച് യുവാക്കന്മാരായിട്ടുള്ള വോട്ടർമാർ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിന്റെ എല്ലാം ഒരു ആകത്തുകയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ടും വളരെ സുചിന്തിതമായിട്ടും ഡെഫിനറ്റീവായിട്ടും ബി ജെ പിക്ക് എതിരായിട്ട് മാറിയത്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ ഇതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്താ വെച്ചാൽ തീർച്ചയായും ജാതി സമീകരണത്തിന്റെയും അതും ഉന്നത കുല ജാതി സമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 3 പതിറ്റാണ്ടോളമായി നിലയുറപ്പിച്ചിരുന്ന ഒരു മണ്ഡലം അവിടെ ജനകീയ പ്രശ്നങ്ങൾക്ക്, ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രചാരണത്തിന് വലിയ ഒരു ഇളക്കമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പിയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പര്യാപ്തമായ രീതിയിൽ ഉള്ള ഒരു പ്രകമ്പനം മറ്റ് ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഉത്തരേന്ത്യയുടെയും മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കണ്ടുവരാറുണ്ട്. പക്ഷെ തീർച്ചയായും ഇത് വളരെ നിർണായകമായ, വളരെ വലിയ രീതിയിൽ നിർണായക പ്രാധാന്യം എന്ന് തന്നെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഈ ജൻ സ്വരാജ് പാർട്ടി രൂപീകരിച്ച ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി രൂപീകരിച്ച ശേഷം ഉണ്ടായിട്ടുള്ള വലിയ വിജയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യത്തെ വിജയമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ പ്രശാന്ത് കിഷോറിന് മാത്രമല്ല പ്രതിപക്ഷത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതായിട്ടാണ്, പ്രതിപക്ഷത്തിനടക്കം വലിയ പ്രതീക്ഷ നൽകുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യം? ഈ ജൻസ്വരാജ് പാർട്ടിയോട് മാത്രം ചേർന്നൊരു വിധിയായി നമ്മളിതിനെ കാണേണ്ടതുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2025 സംസ്ഥാന നിയമസഭാ മത്സരത്തിൽ ജനസ്വരാജ് പാർട്ടി പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു എങ്കിലും ഇദ്ദേഹം സ്വയം പ്രശാന്ത് കിഷോറിന് മത്സരിക്കാൻ ധൈര്യമുണ്ടായി. മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം മത്സര രംഗത്ത് നിന്ന് അദ്ദേഹം മാറി. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയൊരു വീഴ്ചയായിട്ടാണ് അത് കണ്ടത്. അതായത് നേതാവിന് സ്വയം മത്സരിക്കാൻ ധൈര്യമില്ല, അദ്ദേഹം അണികളെ കൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതായി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനെ കാണേണ്ടത്. ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഏകദേശം 1/3 ആൾക്കാർ അവിടുത്തെ യുവജനങ്ങളാണ് അവിടെ ഈ മണ്ഡലത്തിലെ വോട്ടേഴ്സിലെ 1/3 വിഭാഗം യുവജനങ്ങളാണ്. അത് തന്നെ വലിയൊരു ഭീമമായ നമ്പറാണ്. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കാർ, അത് തന്നെ കണക്കൂട്ടുമ്പോൾ ഒരു വലിയ ഫിഗറായിട്ട് വരും. അവരാണ് ബി ജെ പിക്കെതിരെ തിരിഞ്ഞത്, അവരാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് എന്ന് വേണം കാണാനായിട്ട്.
അല്ലാതെ ഇത് ജനസ്വരാജ് പാർട്ടിയുടെ ഒരു ക്യാമ്പയിൻ മാത്രമായിരുന്നില്ല, ഇത് ജനങ്ങളുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അദ്ദേഹം, അതായത് പ്രശാന്ത് കിഷോർ, ജനങ്ങളുടെ ഡിമാൻഡുകളെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് ആത്യന്തികമായിട്ട് അദ്ദേഹം ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ജയിക്കാനും കഴിഞ്ഞു. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെ പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജൻ സുരാജ് പാർട്ടിയുടെ ഐഡിയോളജിക്കുള്ള ഒരു വിജയമാണ് എന്ന് ഞാൻ കാണുന്നില്ല. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനില് അദ്ദേഹത്തിന്റെ പല കാൻഡിഡേറ്റ്സും ഓപ്പോസിഷൻ കാൻഡിഡേറ്റ്സിന്റെ തോൽവിക്ക് കാരണമാക്കി. അതായത് ഇന്ന് BJP അവിടെ ഭരിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണക്കാരൻ കൂടി നമ്മുടെ പ്രശാന്ത് കിഷോറാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശാന്ത് കിഷോറിന്റെ വിജയം ഇത് ഒരു രാഷ്ട്രീയ പുനർചിന്തനത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വിജയമാണ്, അല്ലെന്ന് പറയുന്നില്ല, നല്ല മഹത്തായ വിജയമാണ്. പക്ഷെ അതിന്റെ മെയിൻ കാരണം ചെറുപ്പക്കാർ, യുവജനങ്ങൾ, പോലീസിന്റെ ലാത്തി ചാർജ്, ബീഹാറിൽ തന്നെ ഭയങ്കര ലാത്തി ചാർജ് ഉണ്ടായി, വെടിവെപ്പൊക്കെ നടക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ നടന്നത്. അത് ജനങ്ങള് ഈ ഗവൺമെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തിനെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ പ്രശാന്ത് കിഷോർ ഈ പുതിയ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുത്ത കാലം മുതൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് പല മർഡർ കേസിലും ഇൻവോൾവ് ആണ് മുഖ്യമന്ത്രി എന്ന് വളരെ കൃത്യതയോടുകൂടി തെളിവ് സഹിതം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ ഇദ്ദേഹത്തിന്റെ വിജയത്തിന് ഒരു കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, അടുത്ത വർഷം ആദ്യം ഉത്തർപ്രദേശ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ അവിടെയുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ തിരിച്ചടി നേരിടുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ മോഹങ്ങളെ ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിധി സ്വാധീനിക്കുക? ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷത്തിന് ഇത് വലിയ പ്രതീക്ഷ നൽകുക? തീർച്ചയായും കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെന്നപോലെ ഉത്തർപ്രദേശിലും വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഒരു അന്തരീക്ഷം, അത് തീർച്ചയായും BJPക്കെതിരാണ്. അത് ഉത്തർപ്രദേശിലെ BJP സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആദിത്യനാഥിനെതിരാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേകിച്ചും സവിശേഷമായി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ, ചേരിതിരിവിന്റെ രാഷ്ട്രീയത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ തിരസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ തൊഴിലില്ലായ്മ, അതുപോലെ ഈ പരീക്ഷാ പേപ്പറുകളുടെ ചോർച്ച, വിലക്കയറ്റം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ, BJPക്കെതിരെയുള്ള വികാരം എല്ലായിടത്തും മടരുന്നത് പോലെ തന്നെ ഉത്തർപ്രദേശിലും മടരുന്നുണ്ട്. ഇതിനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സീറ്റുകളുടെയോ വോട്ട് ശതമാനത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു പ്രൊജക്ഷൻ എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറ്റില്ല. അത് വളരെ നേരത്തെയാണ്, ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷമായിട്ട് വന്നിട്ടില്ല. പക്ഷെ തീർച്ചയായും ഇത് BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വന്നിരുന്ന ബാങ്കിപ്പൂർ മണ്ഡലത്തിൽ ഒപ്പം തന്നെ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതിൽ 2 BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടു. മഞ്ചാൽപൂരിൽ മാത്രമാണ് ആശ്വസിക്കാനെങ്കിലും ഒരു വിജയം. ആ വിജയം ആശ്വസിക്കാനെന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ അതിൻ്റെ വിജയത്തിൻ്റെ മാർജിൻ വളരെ കുറവാണ്. ഇനി ദിദിയ മണ്ഡലത്തിൽ ലേക്ക് വരികയാണെങ്കിൽ, 2ാമത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലമായ ദിദിയിലേക്ക് വരികയാണെങ്കിൽ, അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്നൊക്കെ പറയുമെങ്കിലും 2008, 2016, 2018 ഒക്കെ BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള നരോത്തം മിശ്രയാണ് ഇവിടെ ജയിച്ചിരുന്നത്. അദ്ദേഹം MP ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ഒരാളൊക്കെ ജയിച്ചിരുന്ന BJPക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ദിദിയയും. അപ്പോൾ ദിദിയയിലെ ഒരു തിരിച്ചടീനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ശ്രീ AJ ഫിലിപ്പ്? അവിടുത്തെ വിജയം, കോൺഗ്രസിന്റെ വിജയം തീർച്ചയായിട്ടും അതും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ മോഹൻ യാദവ് പറയുന്നുണ്ട് ഇത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു, കോൺഗ്രസ് പിരിച്ചെടുത്തു, അതിലെന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും 6000 ചില്ലാന വോട്ടിനാണ് അദ്ദേഹം ഇവിടെ ജയിച്ചത്. ചെറിയൊരു വിജയമല്ല, നല്ലൊരു വിജയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശ് അവരുടെ ഉരുക്ക് കോട്ടയാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമാണ്. അതിന് പ്രധാന കാരണം ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് പാർട്ടി പ്രവർത്തിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് എന്റെ വിജയത്തിന് കാരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം പറയാതെ വെച്ച ഒരു കാര്യമാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന ക്രൂരമായ ലാത്തി ചാർജ്, ബലപ്രയോഗം. അത് ജനങ്ങളെ നല്ലൊരു വിഭാഗം ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അയോധ്യയിലെ ഈ ക്ഷേത്രത്തിൽ നടന്ന പണം സംബന്ധിച്ച പരിപാടികളൊക്കെ. അതും ജനങ്ങളെ ഈ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതെല്ലാമാണ് കോൺഗ്രസിന്റെ വിജയത്തിന് മധ്യപ്രദേശിൽ കാരണമായത്. അപ്പോൾ അത് വെറുതെ ഒരു കോൺഗ്രസിന്റെ സീറ്റ് ആയിരുന്നു, അവർ തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ ആർഗ്യുമെന്റ് ഇല്ല. പക്ഷെ നിലവിൽ സത്യം ഇതാണ്, ഇന്നത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ BJPക്ക് അത്ര അനുകൂലമല്ല എന്ന് വേണം കരുതാൻ. അതിന്റെ ലക്ഷണങ്ങളാണ് ബാങ്കിപ്പൂരും മധ്യപ്രദേശിലെ ഈ വിജയവും, ദാത്തിയയിലെ വിജയവും. 2008-ലും 2013-ലും 2018-ലും ഏകദേശം 15 വർഷത്തോളം ഈ നരോത്തം തന്നെയായിരുന്നു അവിടുന്ന് ജയിച്ചു വന്നിരുന്നത്. അത് മാത്രമല്ല, ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് വലിയ സ്വാധീനമുള്ള ചമ്പൽ മേഖലയിൽപ്പെട്ട ഒരു മണ്ഡലം കൂടെയാണല്ലോ. ഒരുപക്ഷെ BJPനെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യോതിരാദിത്യ സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇത് ഗ്വാളിയാർ മണ്ഡലം, അതായത് പഴയ മഹാരാജാവ് സിന്ധ്യയുടെ കാലത്തോട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. മഹാരാജാവ് സിന്ധ്യയുടെ ഭാര്യയായിരുന്ന അവരെ പിന്നെ അതായത് ഇപ്പോഴത്തെ മന്ത്രിയായ അദ്ദേഹത്തിന്റെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഗ്രാൻഡ് ഫാദർ, അങ്ങനെയുള്ളവരൊക്കെ അവിടെ മരിച്ചുകൊണ്ടിരുന്ന അവരൊക്കെ കൺട്രോൾ ചെയ്തിരുന്നൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് പെട്ടെന്ന് വിജയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വെറുതെ ഒരു ചെറിയ വിജയമല്ല. ആ വിജയത്തിന്റെ കാരണം ഞാൻ പറയുന്നത് BJPയിൽ നിന്ന് ഒരു നല്ലൊരു വിഭാഗം ജനങ്ങള് മാറി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അത് എത്രമാത്രം സംസ്ഥാന വ്യാപകമായിട്ടുണ്ടാകും എന്നറിയില്ല. എങ്കിൽ തന്നെയും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് BJP ഇപ്പോൾ നേരിടുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ മാറിയില്ല എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് അത്ര ശുഭാപ്തികരമായിരിക്കുകയില്ല. എന്ന് തന്നെയല്ല, മറ്റൊരു കാര്യം കൂടി ഓർക്കണം. കോൺഗ്രസ് അവിടെ കഴിഞ്ഞ ഇലക്ഷനില് BJP സുളുവിലാണ് ജയിച്ചത്, അല്ലാതെ BJP സ്വന്തം ശക്തി കൊണ്ട് ജയിച്ചതൊന്നുമല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കോൺഗ്രസിന്റെ ഈ വിജയം മധ്യപ്രദേശ് നേതൃത്വത്തിന് നൽകുന്ന ഒരു പാഠമായിട്ട് വേണം കണക്കാക്കാൻ. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കൊക്കെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഈ ബാങ്കിപ്പൂരിലെ വിജയം എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ തന്നെ പറയുന്നത് 1 മാസം കൊണ്ട് നടത്തിയ അട്ടിമറിയാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താൻ വേണ്ടി എത്തിയ ഒരു സംഘമുണ്ട്. BJPയുടെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള വലിയൊരു പടയാണ്. ഇന്ന് രാവിലെ ഒരു ട്വീറ്റിൽ കണ്ടത് ഏകദേശം 27 MLA-മാരും 18 MP-മാരും നിതിൻ നബീനും കേന്ദ്രമന്ത്രിമാരും ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിലെത്തിയിരുന്നു എന്നാണ്. ഒരുപക്ഷെ അങ്ങ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ BJPയുടെ മൊത്തം സിസ്റ്റത്തിന് ഏൽക്കുന്ന വലിയ വിയോജിപ്പിൻ്റെ, അല്ലെങ്കിൽ ജനങ്ങളൊരു വലിയ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നു. BJPയുടെ മൊത്തം സിസ്റ്റത്തിന് കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ളൊരു ബോധ്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ഇത്? അതിൽ യാതൊരു സംശയമില്ല. ഈ 27 മന്ത്രിമാര്, അതുപോലെ ഈ മുതിർന്ന കേന്ദ്ര നേതാക്കന്മാര്, അതുപോലെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഫീൽഡിൽ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റുകൾ എന്നോട് പറഞ്ഞത് ഏതാണ്ട് ടോപ്പ് ലെവലിലുള്ള, അതായത് BJPയുടെ A-B ഗ്രേഡിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ A+A ഗ്രേഡിൽ ഉള്ള 200-ൽ പരം ആൾക്കാര് ആ ചെറിയ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 1 മാസത്തോളം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പ്രശാന്ത് കിഷോർ ഇത് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരുപക്ഷെ മിസ്കോട്ട് ചെയ്തിരിക്കാനാണ് സാധ്യത. ഇത് കേവലം 1 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജൻസുരാജ് പാർട്ടി ഈ ജനങ്ങളുടെ അവിടുത്തെ പ്രശ്നങ്ങൾ, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതിൽ ഒരുപാട് കാര്യമുണ്ട്. വൈദ്യുതി ക്ഷാമം മുതൽ തൊഴിലില്ലായ്മ മുതൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ജൻസുരാജ് പാർട്ടി ഏതാണ്ട് ഡോർ ടു ഡോർ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ഏതാണ്ട് 7 മാസമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ അവിടെ ഈ റിസൾട്ടിൽ കണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ശ്രീ എ ജെ ഫിലിപ്പ്, ഒരു ചോദ്യം കൂടെ ഉണ്ട് അങ്ങയോടാണ്. ഈ മഞ്ചാൽപൂരിലെ കുറിച്ച് നമ്മൾ ഗുജറാത്തിൽ വലിയ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ അവസാന മണ്ഡലമായ മഞ്ചാൽപൂരിൽ വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ വിജയ ശതമാനം വലിയ രീതിയിൽ കുറയുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയ ശതമാനം ഏകദേശം 64.9% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഇപ്പോഴേക്ക് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം 37% കുറയുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രാജ്യം ഒന്ന് മാറി ചിന്തിക്കുന്നതിൻ്റെ, ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും ഒന്ന് മാറി ചിന്തിക്കുന്നതിൻ്റെ സൂചനയല്ലേ? ഒരു സ്വന്തം സംസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ചെറിയൊരു തിരിച്ചടി നേടിയിട്ടുണ്ട് എങ്കിൽ അതും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ജനങ്ങള് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ബി ജെ പി അവിടെ ജയിച്ചു, അല്ലെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ അർഹമാണ്. പക്ഷെ നിലയിൽ അതിന്റെ പിന്നിൽ ഈ വോട്ടിലുണ്ടായ വീഴ്ച, അത് അവരെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവരെ ഈ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരിച്ചു വരും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല എന്നുള്ള ഒരു ചെറിയ സൂചനയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പോസിഷൻ ശരിയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ബി ജെ പി അവിടെ തോൽപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം മറ്റ് പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടും. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ര ദുർഘടമായ ഒരു സിറ്റുവേഷനാണ് പാർട്ടി എന്നുള്ളതിന് തെളിവാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അതായത് തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയും. അല്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് മുൻപിൽ വലിയൊരു സാധ്യതയും തുറന്നിടുന്നുണ്ട്. ബി ജെ പിക്ക് അവരുടെ കുറവുകൾ നികത്തി വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കഴിയുമോ, അതോ പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തരായി തിരിച്ചെത്താൻ കഴിയുമോ? ഇതെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ കണ്ടറിയേണ്ട വിഷയമാണ്. എന്തായാലും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.